Good morning, my dears. Next, our class convergence to international financial reporting standards. അതായത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് മാറ്റിയെടുക്കുമ്പോഴുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഏതൊക്കെ രീതിയിലുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് കൺവെർജൻസ് ടു ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അതിൽ ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് കോർപ്പറേറ്റ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഫസ്റ്റ് വൺ ഈസ് corporate financial reporting. Then financial reporting is the communication of financial information of an enterprise to the external world. നിങ്ങൾക്കറിയാലോ, റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ കൺവേ ഇൻഫർമേഷൻ ടു ദ അതേഴ്സ്, മറ്റുള്ളവർക്ക് ഇൻഫർമേഷൻസ് കൺവേ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഈസ് ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് എൻ എൻ്റർപ്രൈസ് ടു ദ എക്സ്റ്റേണൽ വേൾഡ്. ഒരു എൻ്റർപ്രൈസസിൻ്റെ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് എക്സ്റ്റേണൽസിന് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് എന്താണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, അതിൻ്റെ എൻഡ് റിസൾട്ട് എന്തൊക്കെയാണ്. അപ്പോൾ എൻഡ് റിസൾട്ട് എന്ന് പറയുമ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും അടങ്ങിയിട്ടുള്ളതാണ് അതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. ഇത് പബ്ലിക്കിലേക്ക് കൺവേ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെക്കുറിച്ച് അറിയാനായിട്ട് ഒരുപാട് പേരുണ്ട്. കമ്പനിയുടെ വെൽത്തിനെ കുറിച്ച് അറിയണം, പ്രോഫിറ്റബിലിറ്റിയെക്കുറിച്ച് അറിയണം, അവരുടെ ഫൈനാൻഷ്യൽ പൊസിഷനെ കുറിച്ച് അറിയണം. ആ ഒരു കോർപ്പറേറ്റ്, ആ ഒരു സ്ഥാപനത്തിൻ്റെ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് അറിയേണ്ടതുണ്ട്. അതായത് ഒരു ബാങ്കിങ് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഫേമിൻ്റെ ക്രെഡിബിലിറ്റി, അതായത് എത്ര ക്രെഡിറ്റ് വർത്തിനെസ്, അതൊക്കെ നോക്കേണ്ടതുണ്ട് അല്ലേ. ആ ക്രെഡിറ്റ് വർത്തിനെസ് എത്രമാത്രമുണ്ട്, അവരുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണ്, ഇതറിഞ്ഞതിന് ശേഷം മാത്രമേ അവർക്ക് ആവശ്യമായിട്ടുള്ള ലോൺ ഫെസിലിറ്റീസ് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതേസമയം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റേഴ്സിന് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കണമെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയണം, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ഫൈനാൻഷ്യൽ പൊസിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് ആർക്കറിയണം, ഇൻവെസ്റ്റേഴ്സിന് അറിയണം. ആ സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം പ്രോഫിറ്റബിൾ ആയിരിക്കും എന്നതിനെക്കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഡെപ്റ്റേഴ്സ്, ബാങ്കേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, പബ്ലിക്, റിസർച്ചേഴ്സ്, ഇവർക്കൊക്കെ എല്ലാവർക്കും എന്തറിയണം, ആ കമ്പനിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അറിയണം. ഈ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇൻഫർമേഷൻ എങ്ങനെയാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രൂ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. അപ്പോൾ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് ആൻ എൻ്റർപ്രൈസ് ടു ദ എക്സ്റ്റേണൽ വേൾഡ്. പബ്ലിക്കിലേക്ക്, എക്സ്റ്റേണൽ വേൾഡിലേക്ക് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് കൺവേ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയാം. ദെൻ മീനിങ്, it is the process of producing statements that disclose an organization's financial status to management, investors and their shareholders. Then financial reporting is the process of producing statements that disclose an organizational financial status to management, investors and shareholders. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇൻവെസ്റ്റേഴ്സ്, അതേപോലെ തന്നെ മാനേജ്മെൻറ്റ്, ഷെയർ ഹോൾഡേഴ്സ്, ഇവർക്കെല്ലാം തന്നെ ആ ഓർഗനൈസേഷൻ്റെ ഫൈനാൻഷ്യൽ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഡിസ്ക്ലോസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാക്കുക, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ഡിസ്ക്ലോസ് ആൻ ഓർഗനൈസേഷൻസ് ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് to management, investors and their shareholders. Corporate financial reporting is the series of activities that allows companies to record operating data and report accurate accounting statement at the end of the each month, quarter and year. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി നോക്കാം. ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ഇറ്റ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സാണ് അല്ലേ. ഇറ്റ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഓഫ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ടു ആർക്കാണ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ of the financial information of an enterprise to the
external world. Then it is a process of producing statement that disclose an organization's financial status to management, investors and their shareholders. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായല്ലോ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസ്, ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ്, കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തിനെസ്, ഫൈനാൻഷ്യൽ പൊസിഷൻ, ഇതെല്ലാം പബ്ലിക്കിലേക്ക്, എക്സ്റ്റേണൽ വേൾഡിലേക്ക് കൺവേ ചെയ്യുന്ന, ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മളോട് എന്ത് പറയുക, ദാറ്റ് ഈസ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ദെൻ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ആർ ദി ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രോസസ്സ്. എന്തൊക്കെ സ്റ്റെപ്സിലൂടെയാണ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രോസസ്സ്. ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രോസസ്സ് ഇൻവോൾവ്സ് ദ 4 steps. First one is perception of the significant activity of the accounting entity. Perception of the significant activity of the accounting entity. Symbolizing the perceived activities in such a manner that database of the activities available that can be analyzed to understand the relationship between perceived activities. Analysis the model of activities in order to summarize the interrelationship among activities and to provide status picture of the entity. Last one is communication of the analysis to users for the accounting product to guide decision makers in directing future activities of the entity or in changing their relationship with the entity. ഒരു സ്ഥാപനത്തിലെ perception of the significant activity of the accounting entity. അതായത് ആദ്യം അതിനെക്കുറിച്ചുള്ളൊരു പെർസെപ്ഷൻ, അതായത് കാഴ്ചപ്പാട്, എന്താണ് ഈ അക്കൗണ്ടിങ് പ്രോസസ്സ്, അതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണ, ഏത് രീതിയിലാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സ്. Symbolizing the perceived activities in such a manner that the database of the activities available that can be analyzed to understand the relationship between perceived activities. ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുക. Then third one is analyzing the model of activities in order to summarize the interrelationship among activities to provide status picture of the map entity. എന്നിട്ട് അത് നമ്മൾ മുൻപേ തീരുമാനിച്ച പോലെ തന്നെയാണോ എന്നുള്ളതൊക്കെ കമ്പയർ ചെയ്യുക. ഫൈനൽ ഔട്ട്പുട്ട് ആരിലേക്ക് പ്രൊവൈഡ് ചെയ്യാം, എക്സ്റ്റേണൽസിനെ പ്രൊവൈഡ് ചെയ്യുക ഫോർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്, തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. അതായത് ഇവിടെ ഒരു സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഏത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് തീരുമാനിക്കുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുക, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ മുൻപ് തീരുമാനിച്ചിരിക്കുന്ന ഒബ്ജക്റ്റീവ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മളത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ചെക്ക് ചെയ്യുക. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം പ്രിപ്പയർ ചെയ്തതിന് ശേഷം അത് കൺവേ ചെയ്യുക എന്നുള്ളതാണ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൽ. അത് കൺവേ ചെയ്യേണ്ടത് ആർക്കാണ്? ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ഹൂ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ ബിസിനസ് ആക്ടിവിറ്റീസ്. ദോസ് പേഴ്സൺസ് ആർ കോൾഡ് ആസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ആരൊക്കെയാണ് ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ, അവരെയാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ആരൊക്കെ ആവാം? ഷെയർ ഹോൾഡേഴ്സ് ആവാം. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ഓണേഴ്സ് മാത്രമാണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റേഴ്സ്, ഡെപ്റ്റേഴ്സ്, ബാങ്കേഴ്സ്, പബ്ലിക്, റിസർച്ചേഴ്സ് എല്ലാവരും വരും. എല്ലാവരും ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഇത് സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്ന ടേം. ആരൊക്കെയാണോ ആ കമ്പനിയുടെ ആക്ടിവിറ്റീസ് അറിയുന്നതിനായിട്ട് താല്പര്യമുള്ളത്, ബിസിനസ് ഇൻഫർമേഷൻസ് അറിയാനായിട്ട് താല്പര്യമുള്ളവർ, അവരെയാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും ലാസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ടു കൺവേ ദ ബിസിനസ് ഇൻഫർമേഷൻ, ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ടു ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, what are the main objectives of financial reporting? Next one is objectives of financial reporting. Objectives of financial reporting. അതായത് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം എന്താണ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് മനസ്സിലായി. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഈ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് കൊണ്ടുണ്ടാകാവുന്ന അതിൻ്റെ എന്തിനു വേണ്ടിയിട്ടാണ്, വാട്ട് ആർ ദി മെയിൻ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒരു ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് കൊണ്ടുണ്ടാകാവുന്ന ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് financial reporting should provide information that is useful to present and potential investors and creditors and other users in making rational investment, credit and similar decision. അപ്പോൾ എന്താണ് ഫസ്റ്റ് പോയിന്റ് ഈസ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്
should provide information that is useful to present and potential investors. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് എന്താണ്? ഇറ്റ് പ്രൊവൈഡ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് ടു present and potential investors and creditors and other users in making rational investment, credit and similar decision. അതായത് ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ടു കൺവേ ദ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ടു ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അത് തന്നെയാണ് ടു കൺവേ ദ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ടു ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതായത് പ്രസൻറ്റ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, പ്രസൻറ്റ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ഷെയർ ഹോൾഡേഴ്സ് മാത്രമല്ല ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും എല്ലാവരും ഉൾപ്പെടുമല്ലോ. ദെൻ അവിടെ ക്രെഡിറ്റേഴ്സും എല്ലാവരും ഉൾപ്പെടും. അതായത് ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ടു കൺവേ ദ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ടു പ്രസൻറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്. ഇപ്പോൾ നിലവിലുള്ള ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്ത് കൊടുത്തിരിക്കണം? ഈ ബിസിനസ്സിനെ കുറിച്ചുള്ള ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ആൻഡ് അതർ യൂസേഴ്സ് ഇൻ മേക്കിംഗ് റേഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്. മാത്രമല്ല റേഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ വളരെ തന്ത്രപരമായിട്ട് യുക്തിപരമായിട്ട് ആലോചിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെയാണ് റേഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് പ്രോസ് ആൻഡ് കോൺസ് എല്ലാം കൺസിഡർ ചെയ്യും. ഒരു 10 രൂപയോ അല്ലെങ്കിൽ 1000 രൂപയോ 10,000 രൂപയ്ക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് കൂടെ നോക്കി റേഷണലായിട്ട് ചിന്തിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ദെൻ അത്തരത്തിലുള്ള ആളുകൾക്കും അതേപോലെ തന്നെ ക്രെഡിറ്റിന് സിമിലർ ഡിസിഷൻ പലർക്കും തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അവരിലേക്ക് ഇൻഫർമേഷൻസ് ഒരു കമ്പനിയുടെ ഒരു കോർപ്പറേറ്റിൻ്റെ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി. ഫസ്റ്റ് എന്താണ്? ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. വാട്ട് ആർ ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്? ഫസ്റ്റ് വൺ ഈസ് financial reporting should provide information that is useful to present and potential investors and creditors and other users in making rational investment, credit and similar decision. That's first point. Second one is it should provide information to help investors. Again, it provide financial information to help investors, creditors and others to assess the amount, timing and uncertainty of prospective net cash inflows to the related enterprises. എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ എന്നുള്ളതൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ പല ഒബ്ജക്റ്റുകളിലേക്ക് ആദ്യം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ടോ എന്ന് തീരുമാനിക്കാനായിട്ട് നിലവിലുള്ള ഇൻവെസ്റ്റേഴ്സിനും ഇനി പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിനും അതായത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും ആ കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയേണ്ടതുണ്ട്. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റ്. സെക്കൻഡ് ഒബ്ജക്റ്റിൽ പറയുന്നത് പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ഹെൽപ്പ് ഇൻവെസ്റ്റേഴ്സിനെ സഹായിക്കാനായിട്ട് നമ്മൾ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. ക്രെഡിറ്റേഴ്സ് ആൻഡ് അതർ ടു അസസ് ദ എമൗണ്ട്, ടൈമിംഗ്, uncertainty of prospective net cash inflows to the related enterprises. അതായത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ ക്യാഷ് ഇൻഫ്ലോസ് അവർക്ക് വരുന്ന ക്യാഷ് ഇൻഫ്ലോസിൻ്റെ അൺസെർട്ടാനിറ്റി ഇതൊക്കെ തീരുമാനിക്കാനൊക്കെ ആയിട്ട് എന്താവശ്യമാണ് അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ അത് അസസ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് കൂടെ അതിനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്, സെക്കൻഡ് ഒബ്ജക്റ്റീവ്. തേർഡ് വൺ ഈസ് it should provide information about the economic resources of an enterprise. It claims to those resources and the effect of transactions, events and circumstances that change resources and claims to those resources. അവിടെ പറയുന്നത് it should provide information about the economic resources of the enterprise, the claims to those resources and the effect of transactions and events and circumstances that can change resources and claim to those resources. And third point, financial reporting should provide information about the economic resources of an enterprise. ഒരു സ്ഥാപനത്തിൻ്റെ എക്കണോമിക് റിസോഴ്സസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ റിസോഴ്സ് ഓഫ് എൻ എൻ്റർപ്രൈസ്, ദ ക്ലെയിംസ് ടു ദോസ് റിസോഴ്സസ് ആൻഡ് ദ ഇഫക്റ്റ് ഓഫ് ദ ട്രാൻസാക്ഷൻ, അതേപോലെ തന്നെ ഇവൻറ്റ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ദാറ്റ് ചേഞ്ചസ് റിസോഴ്സ് ആൻഡ് ക്ലെയിംസ് ടു ദോസ് റിസോഴ്സസ്. അപ്പോൾ ഒരു സ്ഥാപനത്തിന് അവർക്ക് ക്ലെയിം ചെയ്യാനുള്ളത് അതേപോലെ തന്നെ അവരുടെ എക്കണോമിക് റിസോഴ്സസ് ഇതൊക്കെ വളരെ വ്യക്തമാക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നതും.
ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് പ്രോപ്പർ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു എക്കണോമിക് റിസോഴ്സസ് ഓഫ് ആൻ എൻ്റർപ്രൈസ്. ഓക്കെ, ദെൻ ഫോർത്ത് പോയിൻ്റ് ഈസ് ഇറ്റ് ഷുഡ് ഫർണിഷ് ഇൻഫർമേഷൻ അബൌട്ട് ആൻ എൻ്റർപ്രൈസസ് ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഡ്യൂറിങ് ദ പീരിയഡ്. ഇറ്റ് ഷുഡ് ഫർണിഷ് ഇൻഫർമേഷൻ, മാത്രമല്ല ഈ സ്ഥാപനം ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഷുഡ് ഫർണിഷ് ഇൻഫർമേഷൻ അബൌട്ട് ആൻ എൻ്റർപ്രൈസസ് ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഡ്യൂറിങ് ദ പീരിയഡ്. അതായത് ആ സ്ഥാപനത്തിൻ്റെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരീഡ്, അതായത് 2020 to 2021, ദെൻ 19 to 20, 18 to 19 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലെ ആ സ്ഥാപനത്തിൻ്റെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഷുഡ് ഫർണിഷ് ഇൻഫർമേഷൻ അബൌട്ട് ആൻ എൻ്റർപ്രൈസസ് ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഡ്യൂറിങ് എ പീരീഡ്. ദെൻ ഫിഫ്ത്ത് പോയിൻ്റ് ഈസ് it should provide information about an enterprise's performance provided by measures of earnings and its components. അതിലെന്താ പറഞ്ഞത്? It should provide information about an enterprise performance provided by measures of earnings and its components. മാത്രമല്ല ആ കമ്പനിയുടെ ഇപ്പം നമ്മൾ പറയില്ലേ ഫൈനാൻഷ്യൽ അനാലിസിസിനൊക്കെ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് എത്രമാത്രം അവർക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, എത്രമാത്രം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഇത്തരത്തിലുള്ള കമ്പാരിസണൊക്കെ വേണ്ടിയിട്ടും ഒക്കെ എൻ്റർപ്രൈസിൻ്റെ പെർഫോമൻസ് വിലയിരുത്തേണ്ടതുണ്ട്. It should provide information about how an enterprise obtain and spend cash, about its borrowings and repayment of borrowings. മാത്രമല്ല ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ഹൗ ആൻ എൻ്റർപ്രൈസ് that is, it should provide information about how an enterprise obtains and spends cash, about its borrowings and repayment of borrowings. അതായത് അവിടെ പറയുന്നത് എങ്ങനെയാണ് ആ സ്ഥാപനം ക്യാഷ് കളക്ട് ചെയ്യുന്നത്, ഏതൊക്കെ സോഴ്സിൽ നിന്നാണത് കളക്ട് ചെയ്യുന്നത്, മാത്രമല്ല അതെങ്ങനെയാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. It should provide information about its capital transaction, such as cash dividend and other distributions of enterprise resources to owners. Then eighth point is it should provide information about the factors that may affect the liquidity and solvency of the enterprise. ആ സ്ഥാപനത്തിൻ്റെ ലിക്വിഡിറ്റിയെയും സോൾവൻസിയെയും അത് അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. It should provide information about the factors that may affect the liquidity and solvency of an enterprises. മാത്രമല്ല ഇപ്പം നമുക്കറിയാലോ, അത് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ഫൈനാൻഷ്യൽ അനാലിസിസ് ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസിയെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കുന്നു. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഷോർട്ട് ടൈം സോൾവൻസി ഓഫ് ആൻ എൻ്റർപ്രൈസ്. ഷോർട്ട് ടൈം സോൾവൻസി ദെൻ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ആ ഒരു മീനിങ് ക്യാഷ് ലിക്വിഡ് അസെറ്റാണ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ, ഡെപ്റ്റേഴ്സ് ലിക്വിഡ് അസെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഷോർട്ട് ടൈം സോൾവൻസിയാണ്. ദ ഫേംസ് കപ്പാസിറ്റി ടു മീറ്റ് ദ ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻസ്. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ചെറിയ ചെറിയ ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ ആ ബാധ്യതകൾ മീറ്റ് ചെയ്യാനുള്ള ആ ഫേമിൻ്റെ കപ്പാസിറ്റിയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിക്വിഡിറ്റി സോൾവൻസി എന്ന് പറയുന്നത് ലോങ് ടേം സോൾവൻസി എന്ന് പറയുന്നത് ലോങ് ടേം ഇറ്റ് ഈസ് എ പവർ ഓഫ് ആൻ എൻ്റർപ്രൈസ് ടു മീറ്റ് ദ ലോങ് ടേം ഒബ്ലിഗേഷൻസ് ഓഫ് എ ഫേം. ആ സ്ഥാപനത്തിൻ്റെ ലോങ് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള ആ സ്ഥാപനത്തിൻ്റെ കപ്പാസിറ്റിയാണ് നമ്മളെന്ത് പറയുന്നത് ദെൻ സോൾവൻസി എന്ന് പറയുന്നത്. It should provide information about how management of an enterprise has discharged its responsibility to owners for the use of enterprise resource entrusted to it. പിന്നെ പറയുന്നത് it should provide information about how management of an enterprise has discharged its responsibility. ആ സ്ഥാപനത്തിലുള്ള മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് ടു ദ ഓണേഴ്സ് ഫോർ ദ യൂസ് ഓഫ് എൻ്റർപ്രൈസ് റിസോഴ്സസ് എൻട്രസ്റ്റഡ് ടു ഇറ്റ്. ദെൻ ലാസ്റ്റ് പോയിന്റ് ഈസ് financial reporting should provide information that is useful to managers and directors in making decisions of the interest of the owners. അതായത് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് യൂസ്ഫുൾ ടു മാനേജ്മെൻറ്റ് ആൻഡ് ഡയറക്ടേഴ്സ് ഇൻ മേക്കിംഗ് ഡിസിഷൻസ് ഇൻ ഇൻട്രസ്റ്റ് ഓഫ് ഓണേഴ്സ്. അതായത് ആ ബിസിനസ് സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന
ഓണേഴ്സിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് എന്തൊക്കെയാണ് ചേഞ്ചസ് വരുത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഓണേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള ഡയറക്ടേഴ്സും അതേപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന മാനേജ്മെൻറ്റിനും ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഇതിലൂടെ അവൈലബിൾ ആണ്. ഈ പറയുന്ന ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് കൊണ്ട് സാധ്യമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്നുള്ളതാണ്. അപ്പോൾ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ടു കമ്മ്യൂണിക്കേറ്റ് ദ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ടു ദ എക്സ്റ്റേണൽ വേൾഡ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. കൺവേ ദ ഇൻഫർമേഷൻസ്, അല്ലേ, കമ്മ്യൂണിക്കേറ്റിംഗ് ദ ഇൻഫർമേഷൻ. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ, ഒരു കോർപ്പറേറ്റിൻ്റെ എല്ലാ ഫൈനാൻഷ്യൽ പൊസിഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എക്സ്റ്റേണൽ വേൾഡിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലിയറായി അല്ലേ. പിന്നെ വാട്ട് ആർ ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്? ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഒരു 10 പോയിൻറ്റോളം നമ്മൾ പറഞ്ഞു. അതിൻ്റെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ഇൻവെസ്റ്റേഴ്സ്, പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ക്രെഡിറ്റേഴ്സ്, പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ബാങ്കേഴ്സ്, പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അല്ലേ. അതേപോലെ തന്നെ പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ ഫൈനാൻഷ്യൽ അനാലിസിസ്, ഫോർ അസർട്ടൈനിങ് ദ ലിക്വിഡിറ്റി പൊസിഷൻ, സോൾവൻസി പൊസിഷൻ ഓഫ് ദ ഫേം. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ് പ്രോപ്പർ ഇൻഫർമേഷൻ ടു ദ ഡയറക്ടേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ഫോർ പ്രോപ്പർ ഡിസിഷൻ മേക്കിംഗ് അക്കോർഡിംഗ് ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ഓണേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും പ്രസൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനും ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിനും ആ സ്ഥാപനത്തിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയേണ്ടതുണ്ട്. ബാങ്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ടോ എന്ന് തീരുമാനമെടുക്കണമെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ക്രെഡിറ്റ് വർത്തിനസ്, കടം വാങ്ങിക്കാനുള്ള ആ സ്ഥാപനത്തിൻ്റെ കപ്പാസിറ്റി, അവർ ചോദിക്കുന്ന 1 കോടി രൂപയാണെങ്കിൽ അല്ലെങ്കിൽ 10 ലക്ഷം രൂപയാണെങ്കിൽ ആ 10 ലക്ഷം രൂപ കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, അതിന് തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ആ ഫേമിനുണ്ടോ എന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ക്രെഡിറ്റ് വർത്തിനസ്. അതാണ് ആ സ്ഥാപനത്തിന് ക്രെഡിറ്റ് വർത്തിനസ് ഉണ്ടോ. ഈ ക്രെഡിറ്റ് വർത്തിനസ് ഉണ്ടോ എന്ന് ബാങ്കിന് അറിയണമെങ്കിൽ ബാങ്ക് എന്ത് നോക്കേണ്ടി വരും? പ്രീവിയസ് ഇയേഴ്സിലെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റിപ്പോർട്ടുകൾ വിലയിരുത്തിയതിന് ശേഷമാണ് ആ സ്ഥാപനത്തിൻ്റെ ക്രെഡിറ്റ് വർത്തിനസ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ക്രെഡിറ്റ് വർത്തിനസ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഷുവർട്ടി എത്രമാത്രം അവർക്ക് ഇൻവെസ്റ്റ് ചെയ്താലുണ്ടാകുന്ന ബെനിഫിറ്റ്, ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ അറിയാനായിട്ട് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിലൂടെ സാധിക്കുന്നു. ഇനിയിപ്പോൾ ഇത് കൂടാതെയും പിന്നെ നമുക്ക് എഴുതാവുന്ന പോയിൻ്റാണ് റിസർച്ചേഴ്സ്, അല്ലേ, റിസർച്ച് വർക്ക് നടത്തുന്നത്. അതേപോലെ തന്നെ നിങ്ങളെപ്പോലെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും അത് വിലയിരുത്തണമെങ്കിൽ, പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിലൂടെ ഒരു കമ്പനി പബ്ലിഷ് ചെയ്യുന്ന അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ് റിസർച്ചേഴ്സിനെയും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്, അവരുടെ ഫർദർ സ്റ്റഡിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് വളരെയധികം യൂസ്ഫുള്ളാണ്. അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു കൺവേ ദ മെസ്സേജസ്, ടു കൺവേ ഓർ കമ്മ്യൂണിക്കേറ്റ് ദ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ടു ദ എക്സ്റ്റേണൽ വേൾഡ്. ആർക്ക് വേണമെങ്കിലും പബ്ലിക്കിൽ എവിടെ വേണമെങ്കിലും സബ്മിറ്റ് ചെയ്യാവുന്നതും പബ്ലിക്കിൽ ആർക്ക് വേണമെങ്കിലും വിലയിരുത്താവുന്നതും ഒക്കെ ചെയ്യാവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എന്ത് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്താണെന്ന് കുട്ടികൾക്ക് മനസ്സിലായി. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് വാട്ട് ഈസ് മെൻ ബൈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. വാട്ട് ഈസ് മെൻ ബൈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്? വാട്ട് ഈസ് മെൻ ബൈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നുള്ളതാണ്. ദെൻ അവിടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആർ സെർട്ടൈൻ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് അക്കൗണ്ടിങ് ടു ദ ഫോളോഡ് ടു ഹാവ് യൂണിഫോമിറ്റി ഇൻ ടെർമിനോളജി, അപ്രോച്ച് ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് റിസൾട്ട്. അപ്പോൾ നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുണ്ട് അക്കൗണ്ടിങ് ഈസ് കൺസിഡേർഡ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്, അല്ലേ. ഒരു ബിസിനസ്സിൻ്റെ ഭാഷയാണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുൻപേ തന്നെ പഠിച്ചിട്ടുണ്ട്. സോ അക്കൗണ്ടിങ് ഈസ് കൺസിഡേർഡ് ആസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ലാംഗ്വേജാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഈച്ച് ലാംഗ്വേജ് ഹാസ് സെർട്ടൈൻ സെറ്റ് ഓഫ് റൂൾസ്. ഓരോ ലാംഗ്വേജിനും സെർട്ടൈൻ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. സിമിലർലി accounting has certain rules to be observed by the accountant so that it understood by all the same means.
അപ്പോൾ അത് പ്രകാരം തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, സെറ്റ് ഓഫ് റൂൾസ്, അതായത് ചില നിയമങ്ങളെ അധിഷ്ഠിതമാക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ഒരു സ്ഥാപനത്തിൻ്റെ ലാംഗ്വേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്കൗണ്ടിങ്. ദാറ്റ് മീൻസ് അക്കൗണ്ടിങ് ഈസ് കൺസിഡേർഡ് എസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ലാംഗ്വേജാണ്, ബിസിനസ്സിൻ്റെ ലാംഗ്വേജിനെയാണ് നമ്മളവിടെ എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ഈസ് കൺസിഡേർഡ് ആസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ഈച്ച് ലാംഗ്വേജ് ഹാസ് സെർട്ടൻ സെറ്റ് ഓഫ് റൂൾസ്. ഇങ്ങനെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ആ ഭാഷയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കണം. സിമിലർലി അക്കൗണ്ടിങ് ഹാസ് സെർട്ടൻ റൂൾസ് ടു ഒബ്സർവ്ഡ് ബൈ ദ അക്കൗണ്ടൻസ് സോ ദാറ്റ് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ബൈ ഓൾ ഇൻ ദ സെയിം സെൻസ്. അതായത് എല്ലാവർക്കും ഒരേ രീതിയിൽ മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ദെൻ അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ദീസ് സെറ്റ് ഓഫ് റൂൾസ് ബിക്കംസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇപ്പോൾ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരമാണ് അക്കൗണ്ട് ചെയ്യുന്നത്. ഡെബിറ്റ് ആസ്പെക്റ്റ്, ക്രെഡിറ്റ് ആസ്പെക്റ്റ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. The receiving aspect is called as debit and the giving aspect is called as credit എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അക്കൗണ്ടിങ് ഹാസ് certain rules to be observed by the accountant so that it is understood by all in the same sense. These set of rules become accounting standards when a professional body codifies the insist them while recording the reporting fact about the business. Thus, what is meant by accounting standard? Accounting standard are certain set of rules and guidelines based on the principles and method of accounting to be followed to have uniformity in terminology, approach and presenting of result. Our accounting standards are, ഇപ്പോൾ accounting standard എന്ന് പറയുമ്പോൾ accounting standards are set of rules and regulations. സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അവിടെ എന്താണ്, ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ഗൈഡ് ലൈൻസ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ്. ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്. Based on principles and methods of accounting to be followed to have uniformity in terminology. approach and presentation of result. അതായത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെയായിരിക്കണം. അപ്പോൾ നമ്മൾ ചില അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനൊക്കെ നിങ്ങൾ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെ, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. +2 ക്ലാസ്സുകളിൽ അതൊക്കെ പഠിച്ചിട്ടുണ്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന്. അപ്പോൾ ഏതായാലും ഓരോ ഇപ്പോൾ അസറ്റ്, ലയബിലിറ്റി അല്ലെ, ക്യാപിറ്റൽ, ഇങ്ങനെ പറയുന്ന എക്സ്പെൻസസ്, ഇൻകം, ഇതൊക്കെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് അസറ്റ്, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ അക്കൗണ്ട്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നും അപ്പോൾ എക്സ്പെൻസ് ആണെങ്കിലും, ഇൻകം ആണെങ്കിലും, പർച്ചേസ് ആണെങ്കിലും, സെയിൽസ് ആണെങ്കിലും, അസറ്റ് ആണെങ്കിലും, ലയബിലിറ്റി ആണെങ്കിലും, എല്ലാം ക്യാഷ് ആണെങ്കിലും ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, എല്ലായിടത്തും ഒരേപോലെ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ചില പ്രിൻസിപ്പിൾസിൻ്റെയും ചില മെത്തേഡിൻ്റെയും സഹായത്തോടു കൂടി സെറ്റ് ചെയ്തിരിക്കുന്ന ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മളോട് എന്ത് പറയുക, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയാം. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ certain set of rules and guidelines based on principles and methods of accounting to be followed to have uniformity in terminology, approach and presentation of result. Then
ദറ്റ് ഈസ് ദ മീനിങ് ഓഫ്, ഇതാണ് ഞാൻ കൺവേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ കൺവേ ചെയ്തിരിക്കുന്ന മീനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, definition of accounting standard. Definition of accounting standard. Then accounting standards are written policy documents issued by expert accounting body or by government or other regulatory body, covering the aspect of recognition, measurement, treatment, presentation and disclosure of accounting transactions in the financial statement. Then first one is, what is meant by definition of accounting standards? Then I repeat, accounting standards are written policy document. Accounting standards are written policy documents issued by expert accounting body or by government or other regulatory body, covering the aspect of recognition, measurement, treatment, presentation and disclosure of accounting transactions in the financial statement. Accounting standard എന്ന് പറയുന്നത്, that is are written policy document issued by expert accounting body or by the government or other regulatory body. അത് അംഗീകരിക്കുന്ന എക്സ്പെർട്ടായിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ ഒന്നുകിൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റെഗുലേറ്ററി ബോഡീസോ ഇഷ്യൂ ചെയ്യുന്ന, ദറ്റ് ഈസ് എ കവറിംഗ് ദ ആസ്പെക്ട് ഓഫ് റെക്കഗ്നിഷൻ, മെഷർമെൻറ്റ്, treatment, presentation and disclosure of accounting transactions in the financial statement. That is accounting standards. And then next one is, what are the main objectives of accounting standard? ഇത്തരത്തിലുള്ള accounting standardന്റെ main objectives എന്താണെന്നുള്ളതാണ്. What are the main objectives of accounting standard? Objectives of accounting standard. Then objectives of accounting standard le, accounting as a language of business communicate the financial result of an enterprise to its various shareholders by means of financial statement. If the financial accounting process is not properly regulated, there is a possibility of financial statement being non-comparable and providing distorted picture of the business rather than true state of affairs. Accounting standards reduce the accounting alternative in the preparation of rational financial statements, thereby ensuring comparability of financial statement of different enterprises. The accounting standards, the main objectives of accounting standards, ഒരു സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിങ് എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ആ പ്രിൻസിപ്പിൾസിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടു പ്രൊവൈഡ് എ സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ്, ഒരു സ്ഥാപനത്തിലെ ഇൻകത്തിന് ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, മറ്റൊരു സ്ഥാപനത്തിലെ ഇൻകത്തിന് വേറൊരു രീതിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലായി പോകും. അപ്പോൾ അത് ഇല്ലാതെ എല്ലായിടത്തും ഒരു യൂണിഫോമിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ അവിടെ ഫസ്റ്റ് പോയിന്റ്, ടു പ്രൊവൈഡ് എ സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. ടു പ്രൊവൈഡ് സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്, വാല്യുവേഷൻ നോംസ് and disclosure of requirements on the basis of which financial statement should be prepared. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താ, മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ടു പ്രൊവൈഡ് എ സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. പോളിസീസ് എന്ന് പറഞ്ഞാൽ എന്താ, ഗൈഡ് ലൈൻസ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിനെയാണ് പോളിസീസ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ് എ സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്, ഇത് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. വാല്യുവേഷൻ നോംസ് ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ് ഓൺ ദി ബേസിസ് ഓഫ് വിച്ച് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ്. അതായത് അതിൻ്റെ വാല്യുവേഷൻ നോംസ് ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് ഓൺ ദി ബേസ് ഓഫ് വിച്ച് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ്. Then next one is, second point is, to make financial statement more meaningful and comparable. രണ്ടാമത് പറയുന്നത് എന്താണ്, ടു മേക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മോർ മീനിങ് ഫുൾ. എങ്ങനെയാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇത്രമാത്രം മീനിങ് ഫുൾ ആവുന്നത്? ടു മേക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മോർ മീനിങ് ഫുൾ ആൻഡ് കമ്പയറബിൾ. അപ്പോൾ ആദ്യം പറയുന്നത് ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ് സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്, എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു സെറ്റ് ഓഫ്
പോളിസീസിനെയാണ് നമ്മൾ എന്താ പറയുക അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുക. അതാണ് എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് അത് പ്രൊവൈഡ് ചെയ്യുന്നു. രണ്ടാമത് പറയുന്നത് ടു മേക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മോർ മീനിങ്ഫുൾ ആൻഡ് കമ്പയറബിൾ. ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കറക്റ്റായിട്ടുള്ളത് കൊണ്ട് ഓരോ സ്ഥാപനത്തിൻ്റെയും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ കൂടുതലായിട്ട് മീനിങ് ആയിട്ട് മാറുന്നു, അത് പരസ്പരം കമ്പയറബിളായിട്ട് മാറുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് to harmonize the diverse accounting policies and practices in order to ensure standardization in the preparation of financial statement. അവിടെ to harmonize the diverse accounting policies and practices in order to ensure സ്റ്റാൻഡേർഡൈസേഷൻ ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് എല്ലാ സ്ഥാപനങ്ങളും ഒരേ രീതിയിലുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ആ ഒരു അവസ്ഥ, ആ രീതിയിലേക്ക് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. ടു എനേബിൾ ദ കമ്പാരബിലിറ്റി ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് and thereby improve reliability and usefulness of the financial statement. അടുത്തെന്താ? ടു എനേബിൾ ദ കമ്പയറബിലിറ്റി ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളെ പരസ്പരം കമ്പയർ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ആൻഡ് thereby improve the reliability. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശ്വസ്തത create and usefulness to the financial statement. Next one is to remove variation in the accounting variations in the accounting policies and practices. Accounting policies ഉണ്ടാകാവുന്ന വേരിയേഷൻസ് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ടു ഫെസിലിറ്റേറ്റ് ഇന്റർഫേം ആൻഡ് ഇൻട്രാഫേം കമ്പാരിസൺ. ഫേമിൻ്റെ ഉള്ളിൽ തന്നെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കമ്പയർ ചെയ്യാനും മറ്റ് സ്ഥാപനങ്ങളുമായിട്ടുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളുള്ള കമ്പാരിസണും എന്ത് സാധ്യമാണ്? പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉള്ളതുകൊണ്ട് എല്ലായിടത്തും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് സാധ്യമാണ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ വാട്ട് ആർ ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്? ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? റോൾ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റാൻഡേർഡ് to provide a standard set of accounting policies. Valuation norms and disclosure requirement on the basis of which financial statement should be prepared. Then second point is that to make financial statements are more meaningful and comparable. The next one is to harmonize the diverse accounting policies and practices in order to ensure standardization in the preparation of financial statement, to enable the comparability of financial statement and thereby improve the reliability and usefulness of the financial statement. Then fifth point is to remove the variations in the accounting policies and practices to facilitate interfirm and intrafirm comparison. Then Institute of Chartered Accountants of India, being a premier accounting body in the country, took upon itself the leadership role by constituting a accounting standard board. In 1977, the ICAI has taken significant initiative in the setting and issuing procedure of accounting standards to ensure that the standard setting process is fully consultative and transparent. AISB, that is Accounting Standard Board. The AISB considers the international accounting standards, international financial reporting standards while framing Indian accounting standards and try to integrate them in the light of the applicable laws, customs, usage and business environment of the country. അതായത് the Accounting Standard Board considers അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ന് പറയുന്നത് ആ ബോഡി ദറ്റ് ഈസ് കൺസിഡേർഡ് ദ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് IISS ആൻഡ് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് വൈൽ ഫ്രെയിമിംഗ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടു ട്രൈ ടു ഇൻ്റഗ്രേറ്റ് ദം ഇൻ ദ ലൈറ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻസ്, ലോസ്, കസ്റ്റംസ്, യൂസേജ് ആൻഡ് ബിസിനസ് എൻവയോൺമെൻറ്റ് ഇൻ ദ കൺട്രി. അതായത് ഇന്ത്യയിൽ മാത്രം ഉപയോഗിച്ചിരുന്ന ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്
റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സും IFRS ഇതെല്ലാം കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് അതിനെ ഇപ്പോൾ ഒന്നുമായിട്ട് യോജിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന് നിയമപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിയമപരമായിട്ടുള്ള ലോസും അതുപോലെ തന്നെ കസ്റ്റംസും എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് അതെല്ലായിടത്തും ഒരേപോലെ ആക്സെപ്റ്റബിൾ ആവുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അവിടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് പറയുന്ന ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സും ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള രീതിയിലുള്ള അക്കൗണ്ടിങ് സിസ്റ്റമാണ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതായത് ചിലപ്പോൾ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലെ ഒരു റൂള് ഇൻ്റർനാഷണൽ വേറെ ആയിരിക്കും. അത് ഒരേപോലെ ആക്കാനായിട്ട് എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ഗൈഡ് ലൈൻസ് ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. Definition of accounting standards and what are the objectives of accounting standards. ഇത്രയാണ് നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം അല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് നോക്കാം. ദെൻ വാട്ട് ഈസ് മെൻ ബൈ ആദ്യം പറഞ്ഞത് കൺവെർജൻസ് ടു ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, അതായത് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിലേക്കുള്ള ഒരു മാറ്റം, അതെങ്ങനെയാണ് തമ്മിൽ കൂടിച്ചേരുക, ഒരു റിപ്പോർട്ടിംഗ് സിസ്റ്റം ആ രീതിയിലേക്ക് എങ്ങനെയാണ് മാറുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷനാണ് ഈ ചാപ്റ്ററിലെ കൺവെർജൻസ് ടു ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താ അറിഞ്ഞിരിക്കണം, വാട്ട് ഈസ് മെൻ ബൈ കോർപ്പറേറ്റ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ആദ്യം എന്താണ് കോർപ്പറേറ്റ്, ഓരോ ബിസിനസ് സ്ഥാപനത്തിൻ്റെയും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് കോർപ്പറേറ്റിൻ്റെ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്തായിരിക്കണം, എന്താണ് കോർപ്പറേറ്റ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ദറ്റ് മീൻസ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഈസ് ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് എ കോർപ്പറേറ്റ് ടു ദ എക്സ്റ്റേണൽ വേൾഡ്. ഓരോ കമ്പനികളുടെയും ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് എക്സ്റ്റേണൽ വേൾഡിനെ കൺവേ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മളവിടെ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ആ റിപ്പോർട്ടിംഗ് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം, പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നതായിരിക്കണം, അത് യൂസ്ഫുൾ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതിനെ തുടർന്ന് നമ്മൾ പഠിക്കുന്നത് അല്ലേ. പിന്നെ പഠിച്ചത് എന്താ, അപ്പോൾ എന്താണ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പഠിച്ചു. അതിനുശേഷം പിന്നെ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രോസസ്സ്, അതിൻ്റെ സിസ്റ്റമാറ്റിക് പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം വാട്ട് ആർ ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, ഒരു ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതുകൊണ്ടുണ്ടാകാവുന്ന അതിൻ്റെ ലക്ഷ്യം എന്താണ്. ദെൻ അതിൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ട് ഷുഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ യൂസ്ഫുൾ ടു പ്രസൻറ്റ് ഇൻവെസ്റ്റേഴ്സിന് യൂസ്ഫുള്ളാണ്, ക്രെഡിറ്റേഴ്സിന് യൂസ്ഫുള്ളാണ്, ബാങ്കേഴ്സിന് യൂസ്ഫുള്ളാണ്, റിസർച്ചേഴ്സിന് യൂസ്ഫുള്ളാണ്, ഫൈനാൻഷ്യൽ അനാലിസിസിന് അത് ആവശ്യമാണ്, മാനേജ്മെൻറ്റ് ആൻഡ് ഡയറക്ടേഴ്സിന് പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് അത് ആവശ്യമാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തത് അല്ലേ. അതുപോലെ തന്നെ ക്യാഷ് ഇൻഫ്ലോ, ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കണം, നെറ്റ് ഇക്വിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്, ക്യാഷ് ഇൻഫ്ലോസിനെ കുറിച്ച് വിലയിരുത്തേണ്ടതുണ്ട്. ഡയറക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റേഴ്സിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം. നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് മാനേജ്മെൻറ്റ് ഡയറക്ടേഴ്സിനെയും ഹെൽപ്പ് ചെയ്യുന്നു. ബാങ്കേഴ്സിനെ സംബന്ധിച്ച് ക്രെഡിറ്റ് വർത്തനസ് അറിഞ്ഞിരിക്കണം, ക്രെഡിറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്റ് വർത്തനസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ പിന്നെ ആ സ്ഥാപനത്തിൻ്റെ ലിക്വിഡിറ്റി, സോൾവൻസി, പ്രോഫിറ്റബിലിറ്റി ഇതൊക്കെ വെരിഫൈ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം സോൾവൻസി, ദെൻ സോൾവൻസി എന്ന് പറയുമ്പോൾ ലോങ് ടേം ഒബ്ലിഗേഷൻ ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസ് ടു ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ഓഫ് എ ഫേം ടു മേഡ് ദ ലോങ് ടേം ഒബ്ലിഗേഷൻ ഓഫ് ദ ഫേം ടു മേഡ് ദ ലോങ് ടേം ഇറ്റ് ഈസ് കപ്പാസിറ്റി ഓഫ് എ ഫേം ടു മേഡ് ദ ലോങ് ടേം ഒബ്ലിഗേഷൻ. അതിനെയാണ് നമ്മളിവിടെ എന്ത് പറയുക, സോൾവൻസി എന്ന് പറയാം. അപ്പോൾ ലിക്വിഡിറ്റി അറിയണം, സോൾവൻസി അറിഞ്ഞിരിക്കണം, പ്രോഫിറ്റബിലിറ്റി അറിയണം. ഇതൊക്കെ അറിയാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നു, ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിലൂടെ സാധിക്കുന്നു. അപ്പോൾ ദീസ് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. അതിനുശേഷം പിന്നെ നമ്മൾ പഠിച്ച വാട്ട് ഈസ് മെൻ ബൈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ദ set of rules and guidelines based on principles and methods of accounting to be followed to have uniformity in terminology, approach and presentation of result. പിന്നെ അതുപോലെ തന്നെ ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, പിന്നെ റോൾ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇത്രയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ എടുത്തവരെ നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക, പഠിക്കുക.
സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. താങ്ക് യു. താങ്ക് യു ആൾ.